നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷണങ്ങൾക്ക് CPM ഇല്ല. വിജയസാധ്യത മാത്രമാണ് പ്രധാനം. അതുകൊണ്ടാണ് 2 ടേം എന്ന വ്യവസ്ഥ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത്. എന്നാൽ സിറ്റിംഗ് MLAമാർക്കെല്ലാം സീറ്റ് ഉണ്ടാകില്ല. 75 സീറ്റിലാണ് CPM 2021 മത്സരിച്ചത്. 62 സീറ്റിലും വിജയിച്ചു. 62 പേരിൽ 23 MLAമാരാണ് 2 ടേം നിർബന്ധമായാൽ മാറേണ്ടി വരിക. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പലരും മത്സരരംഗത്തുണ്ടാകും. 2 ടേം പൂർത്തിയാക്കിയ മന്ത്രിമാരായ വീണ ജോർജും OR കേളുവും വീണ്ടും മത്സരിച്ചേക്കും. 2 ടേം പൂർത്തിയാക്കിയ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് വീണ്ടും വർക്കലയിൽ ഇറങ്ങും. നെയ്യാറ്റിൻകരയിലും പാറശാലയിലും കാട്ടാക്കടയിലും പകരക്കാരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന പാർട്ടിക്ക് K അൻസലിനെയും CK ഹരീന്ദ്രനെയും IB സതീഷിനെയും മത്സരിപ്പിക്കേണ്ടി വരും. ഇരവിപുരത്ത് M നൌഷാദിനും കൊച്ചിയിൽ KJ മാക്സിക്കും ഇളവുണ്ടാകും. U പ്രദീപയെ കായംകുളത്ത് നിന്നും മാറ്റി പകരം VSന്റെ മകൻ VA അരുൺകുമാറിനെ മത്സരിപ്പിക്കാനാണ് ആലോചന. VS തരംഗം പാർട്ടിക്ക് ഊർജ്ജമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കഴിഞ്ഞ 5 വർഷം പാർട്ടിക്ക് ചെറുതല്ലാത്ത തലവേദന ഉണ്ടാക്കിയ വലിയ ഒരുപാട് നേതാക്കളുണ്ട്. അവർക്ക് സീറ്റുമില്ല, ഇളവുമില്ല. സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്ത കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിച്ചാൽ അത് പ്രതിപക്ഷം പ്രചാരണായുധമാക്കുമെന്നാണ് CPMന്റെ ആശങ്ക. അതിനാൽ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനെ കഴക്കൂട്ടത്തേക്ക് എത്തിക്കാനാണ് ആലോചന. ലൈംഗികാരോപണ കേസടക്കം വിവാദങ്ങളിൽപ്പെട്ട M മുകേഷിനും ആരോഗ്യ പ്രശ്നങ്ങളുള്ള M മണിക്കും ടേം ഇളവ് ഉണ്ടാകില്ല. AC മൊയ്തീനും ഇളവില്ല. ഇടത് കൺവീനറായ TP രാമകൃഷ്ണന് 2 ടേം ഇളവ് നൽകില്ല. വടക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതല നൽകും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജിനും തിരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകാനാണ് നിലവിലെ ധാരണ. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.